ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIO പലസ്തീൻ അനുകൂല പരിപാടി നടത്താൻ ദേവസ്വം ഭൂമിയായ മാടായിപ്പാറ തന്നെ തിരഞ്ഞെടുത്തതിൽ ദുരൂഹത. രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും മാടായിപ്പാറ തന്നെ തിരഞ്ഞെടുത്തത് ദുരൂഹത ഉണർത്തുകയാണ്. ഇത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്ന വിമർശനവുമായി BJP രംഗത്തെത്തി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയിട്ടുണ്ട്. എന്നാൽ പഴയങ്ങാടിയിൽ മാത്രം പരിപാടി നടത്താൻ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ക്ഷേത്രഭൂമിയായ മാടായിപ്പാറ തന്നെ തിരഞ്ഞെടുത്തു എന്നതാണ് ഉയരുന്ന ചോദ്യം. ക്ഷേത്രഭൂമിയിൽ ജിഹാദ് എന്ന ബോർഡും പിടിച്ച് അതിക്രമിച്ചു കയറി പരിപാടി നടത്തിയതിന് പിന്നിൽ ഗൂഢ ഉദ്ദേശമുണ്ടെന്നാണ് വിമർശനം. മാത്രമല്ല, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതിന് തിരഞ്ഞെടുത്തതോ തിരുവോണ ദിവസവും. തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെയും മാടായി വടുകുന്ത ക്ഷേത്രത്തിന്റെയും അധീനതയിലുള്ള മാടായി പാറയിൽ തിരുവോണ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. പലസ്തീൻ അനുകൂല അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരിൽ പലസ്തീന്റെ പതാക പിടിച്ചിരിക്കുന്നു. പലസ്തീൻകാരുടെ വേഷവിധാനത്തോടു കൂടിയാണ് പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൂടി അവിടെ ഉയർത്തപ്പെടുകയുണ്ടായി. ആ മാടായിപ്പാറയിൽ തകർക്കാൻ വേണ്ടി ജിഹാദികൾ നടത്തിയ നീക്കമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. അവർ ഉയർത്തിയ ബാനർ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉയർത്തിയ ബാനർ. വാസ്തവത്തിൽ ഇതാ ജിഹാദ് എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് അവർ അന്ന് പ്രകടനം നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിൽ വീണ്ടും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഇത്. അതേസമയം ദേവസ്വം ഭൂമിയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ വകവെച്ചു കൊടുക്കാൻ ആകില്ലെന്നാണ് BJP ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ജനം, കണ്ണൂർ.